തെക്കൻ ഇറാനിയൻ നഗരമായ ബന്ദർ അബ്ബാസിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 516 പേർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. രക്ഷാപ്രവർത്തന സംഘടനയുടെ തലവനായ ബാബക് മഹ്മൂദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒമാനിൽ അമേരിക്കയുമായി 3ാം ഘട്ട ആണവ ചർച്ചകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവമുണ്ടായത്. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഒരു തുറമുഖത്ത് ശനിയാഴ്ച ഉണ്ടായ വൻ സ്ഫോടനവും കാരണം തീപിടുത്തവും 25 പേർ കൊല്ലപ്പെടുകയും 800ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഷാഹിദ് രാജായി തുറമുഖത്ത് മുഴുവൻ ഞായറാഴ്ച രാവിലെ വരെ ആളിപ്പടർന്ന തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും സഹായത്തോടെ വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു. ടെഹ്റാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 3ാം റൗണ്ട് ചർച്ചകൾക്കായി ഇറാനും അമേരിക്കയും ശനിയാഴ്ച ഒമാനിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു സ്ഫോടനമുണ്ടായത്. സ്ഫോടനം ഒരു ആക്രമണത്തിൽ നിന്നാണെന്ന് ഇറാനിലെ ആരും നേരിട്ട് പറഞ്ഞില്ല. എന്നിരുന്നാലും ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഷ്മി പോലും ബുധനാഴ്ച സമ്മതിച്ചു. നിലവിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേരെ മാത്രമേ അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുള്ളതെന്നും സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മരണസംഖ്യയും പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം തീ നിയന്ത്രണ വിധേയമായതായും ഞായറാഴ്ച വൈകിയോടെ പൂർണ്ണമായും അണയ്ക്കുമെന്നും സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുറമുഖത്ത് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതായും വാണിജ്യ കപ്പലിന്റെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാഹിദ് രജായി തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിലും തീപിടുത്തത്തിനും ഇറാനിയൻ പെട്രോളിയം റിഫൈനിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധമില്ലെന്ന് കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഫോടനം എണ്ണ ശുദ്ധീകരണശാലയെ ബാധിച്ചിട്ടില്ല. സ്ഫോടനത്തിൽ മരിച്ചവർക്ക് പ്രസിഡന്റ് മഹ്മൂദ് പെസഷ്കിയാൻ അനുശോചനവും രേഖപ്പെടുത്തി. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച പ്രസിഡന്റ് മേൽനോട്ടത്തിനായി ആഭ്യന്തരമന്ത്രിയെ ചുമതലപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു. 2020-ൽ ഇതേ തുറമുഖത്തെ കമ്പ്യൂട്ടർ ശൃംഖലകളിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രയേലാണ് സംഭവത്തിന് പിന്നിലെന്നായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം തുറമുഖത്തെ സ്ഫോടനത്തിൽ ഇസ്രയേലിന് പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് സർക്കാർ പ്രതികരിച്ചിട്ടില്ല.